ഫ്രണ്ട്ലി PSC ജനാര്യ. അപ്പൊ 25 ദിവസത്തെ ഒരു മലയാളം സ്റ്റഡി പ്ലാൻ നമ്മൾ തുടങ്ങിയിരുന്നു. LDC, CPO, ഡിഗ്രി ലെവല്, ടൈപ്പിസ്റ്റ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഇത് യൂസ്ഫുൾ ആണ്. അതിന്റെ 7ാമത്തെ ദിവസത്തെ റിവിഷൻ ആയിരുന്നു. 7ാമത്തെ ദിവസം പഠിക്കാൻ തന്നിരുന്നത് തർജ്ജമയും വിപരീതവും SCERT 6ാം ക്ലാസ്സിലെ സാഹിത്യവും വൊക്കാബുലറിയുമാണ്. അത് നിങ്ങൾ പഠിച്ച് എക്സാം എഴുതി. അപ്പോ അതിന്റെ ഉത്തരങ്ങളാണ്, മോക്ക് ടെസ്റ്റ് ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാം എഴുതിയതിന്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അതായത് ഇതിന് ഫുള്ള് കുറച്ച് പേർക്കുണ്ട് കേട്ടോ. ഇത് അർജുൻ ഉണ്ട്, റെഡ്മി, പേര് റെഡ്മി എന്നാ കൊടുത്തേക്കുന്നത്, പിന്നെ ജിബിന, ആരതി, ഈ പേര് വായിക്കാൻ പറ്റുന്നില്ല, പിന്നെ വിജിതയ്ക്ക് നേരത്തെ എക്സാമിനും ഫസ്റ്റ് കിട്ടിയിരുന്നു. വിജിതയ്ക്ക് ഫ്രണ്ട്ലി PSC ബുക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് സമ്മാനമായിട്ട് ആദ്യത്തെ മെഗാ മോക്ക് ടെസ്റ്റിന്. പിന്നെ അത്രയും പേർക്ക് ഫുൾ ഉണ്ട്. 6 പേർക്ക് ഫുൾ മാർക്ക് ഉണ്ട്. അപ്പൊ അതിൽ 1ാം റാങ്ക് കിട്ടിയേക്കുന്നത് അർജുനാണ്. അതായത് അർജുൻ 1 മിനിറ്റ് 38 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് 1ാം റാങ്ക് കിട്ടിയത്. അപ്പൊ ഇന്നും നമ്മൾ മെഗാ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതായത് ഡേ 1 മുതൽ ഡേ 7 വരെ മെഗാ മോക്ക് ടെസ്റ്റ് രാത്രി 9 മണിക്കുണ്ട്. അപ്പൊ 9 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് എഴുതാം. 10 മണിക്ക് ഇതുപോലെ റിപ്പോർട്ട് ജനറേറ്റ് ആവും. അപ്പൊ അത് കഴിഞ്ഞ് എഴുതുന്നവരുടെ റിസൾട്ട് ക്ലാസ്സിൽ സമ്മാനത്തിനായിട്ട് പറയത്തില്ല. അതായത് നമ്മുടെ സമ്മാനം എന്ന് പറഞ്ഞാൽ 1ാം റാങ്ക് കിട്ടുന്ന ആൾക്ക് ഫ്രണ്ട്ലി PSC ബുക്ക് സമ്മാനമായിട്ട് കൊടുക്കും. പിന്നെ ഇത് കണ്ടോ, റാങ്ക് 1 to കണ്ടോ, അതിൽ 2 മുതൽ റാങ്ക് 20 വരെ കിട്ടുന്നവർക്ക് ഫ്രണ്ട്ലി PSC ബുക്ക് ഡെലിവറി ചാർജ് ഇല്ല. ഡെലിവറി ചാർജ് 45 രൂപ, അതില്ല. അതല്ലാണ്ട് 160 രൂപയ്ക്ക് നമ്മൾ ഫ്രണ്ട്ലി PSC ബുക്ക് കൊടുക്കും. അപ്പൊ ഇത്രയാണ് മെഗാ മോക്ക് ടെസ്റ്റിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഞാനൊന്ന് ഓടിച്ചു കാണിക്കാം, നിങ്ങൾ കണ്ടോ. കുഴപ്പമില്ല, ഇത് നിങ്ങൾ അത്യാവശ്യം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറവെന്ന് പറയുന്നത് 11.34 കുഴപ്പമില്ല, അത്യാവശ്യം പഠിച്ചിട്ട് എഴുതിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സ്കോർ കിട്ടിയത്. ഓൾ ദി ബെസ്റ്റ്, മിടുക്കന്മാരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം. അതുപോലെ 8ാമത്തെ ദിവസത്തെ ടോപ്പിക്കും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, 1ാമത്തെ ചോദ്യം, കുറത്തി എന്ന കവിത ആരുടെയാണ്? കുറത്തിയിൽ നിന്ന് നമുക്കൊരു മുൻകാല ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണെന്ന് അറിയാമോ? നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വരികളാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെയാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. ഞാൻ ഓർക്കാൻ വേണ്ടി കോഡ് പറഞ്ഞതാ. നമ്മൾ കടന്ന വഴി മറക്കരുത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഓർക്കണം, അല്ലാണ്ട് നന്ദി കടന്ന് കാണിക്കരുത്. കടന്നു വന്ന വഴി മറക്കരുത്, കടമ്മനിട്ട രാമകൃഷ്ണനാണെന്ന് വരച്ചിട്ടുണ്ട്. അത് കുറത്തിയിലെ വരികളാണ് കേട്ടോ. അപ്പൊ കുറത്തി ആരുടെയാണ്? കടമ്മനിട്ട രാമകൃഷ്ണനാണ് കുറത്തി. കുറത്തി ഇങ്ങനെ കടന്നു വരികയാണെന്ന് ഓർക്കുക കേട്ടോ. കുറത്തി കടന്നു വരുന്നു, കടമ്മനിട്ട. അടുത്തത്, വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാ? ഇവിടെ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കൊണ്ടാണല്ലോ കേരള വാൽമീകി എന്ന് നമ്മള് വള്ളത്തോളെ വിളിക്കുന്നത്. കേരള വാൽമീകി ആരാണ്? വള്ളത്തോളാണ്. കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നിസൺ, ദേശീയ കവി, ഇതൊക്കെ വള്ളത്തോളാണ്. അടുത്തത് മുൻകാല ചോദ്യ കേട്ടോ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അവലെ വിവേകികൾ. SCERT 6ാം ക്ലാസ്സിൽ നിന്ന് PSC ചോദിച്ചതാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും ആര്? വിവേകികൾ. ആരാ പറഞ്ഞേ? കുമാരനാശാൻ. ഏതിൽ പറഞ്ഞു? കുമാരനാശാന്റെ നളിനി. നളിനിയിലെ കഥാപാത്രങ്ങൾ ആരാണ്? നളിനിയും ദിവാകരനുമാണ്. നളിനി, ദിവാകരൻ കഥാപാത്രം, കൃതി നളിനി. ഓർക്കാൻ കോളാണേ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമെന്നല്ലേ പറഞ്ഞ? ധന്യയുടെ ദ തിരിച്ചിട്ടാ നളിനി. ധന്യ ഒരു പേരാണ്, നളിനി ഒരു പേരാണല്ലോ. അപ്പൊ ധന്യ, നളിനി ഓർക്കണം കേട്ടോ. ചണ്ടാല ഭിക്ഷുകി. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർത്തണ്ണീരു താശുനി ഓമലെ അരുതേ ജലം തന്നാലും. അപ്പൊ അങ്ങനെയുള്ള വരികളൊക്കെയാണ് ചണ്ടാല ഭിക്ഷുകിയില് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം ചണ്ടാല ഭിക്ഷുകിയിലാണ്. പിന്നെ മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതി ചണ്ടാല ഭിക്ഷുകിയാണ്. കരുണയിൽ ആരുടെയാണ് പറയുന്നത്? വാസവദത്തയുടെയാണ് കഥ പറയുന്നത്. വാസവദത്തയുടെ ഉപഗുപ്തന്റെയും ബുദ്ധ സന്യാസിയായ ഉപഗുപ്തന്റെ കഥയാണ് പറയുന്നത്. വാസവദത്തയുടെ കഥയാണ് പറയുന്നത് കരുണയില്. പ്രരോദനോ ARന്റെ മരണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം. ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ്? SCERT 6ൽ നിന്ന് ചോദിച്ച മുൻകാല ചോദ്യമാണ്. ഗൃഹിണിയാണ്. ഗൃഹസ്ഥൻ, ഗൃഹിണി. ഗ്രഹണി ഒന്നൊന്നും എഴുതരുത്. ഗൃഹത്തിന്റെ ഗൃഹിണി. നാവ് മുറിഞ്ഞ കിളി ബാലസാഹിത്യം ആരുടെ കൃതിയാണ്? ഉത്തരം B ആണ്. NP മുഹമ്മദിന്റെയാണ്. നാവ് മുറിഞ്ഞ കിളി ബാലസാഹിത്യം P മുഹമ്മദ്.
വ്യഷ്ടി വിപരീതം എന്താണ്? വ്യഷ്ടിയാകുന്നു മരം, സമഷ്ടിയാകുന്നു കാട്, അല്ലെ, വനം. അപ്പൊ വ്യഷ്ടി എന്ന് വെച്ചാൽ സിംഗിൾ യൂണിറ്റിനെ കുറിക്കുന്നു. സമഷ്ടി എന്ന് വെച്ചാല് ധാരാളം വിഷ്ടികൾ ചേർത്താണ് സമഷ്ടി ഉണ്ടാകുന്നത്. ഒരു മരത്തിനെ കുറിക്കുന്നത് വ്യഷ്ടിയാണെന്നും മരങ്ങൾ ചേർന്നുള്ള കാടിനെ കുറിക്കുന്നത് എല്ലാം കൂടെ ഉള്ളത് സമഷ്ടിയാണെന്നും നമുക്ക് ഓർക്കാം. അപ്പൊ വ്യഷ്ടി വിപരീതം സമഷ്ടിയാണ്. തെറ്റായ ജോഡി. സൗന്ദര്യം വിപരീതം വൈരൂപ്യമാണ്. ഉന്മുഖം വിപരീതം വിമുഖമാണ്. ശം മോതിരം. അങ്ങനെ മോതിരോ? എടാ കൃഷം എന്താണ്? കൃഷഗാത്രി, മെലിഞ്ഞ ശരീരത്തോട് കൂടിയവൾ, അപ്പൊ തടിച്ചവൾ, അവൾക്ക് മോതിരം പോലും ഇടാൻ പറ്റുന്നില്ലെന്നല്ലേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞേ. അതെന്താണ്? അത് മേദുരമാണ്, ദയയുടെ തായാണ്. മേദുരം. അപ്പൊ കൃഷത്തിന്റെ വിപരീതം മേദുരമാണ്, അല്ലാതെ മോതിരമാണോ? ആരെങ്കിലും ഒക്കെ മേദുരം എന്ന് വായിച്ചിട്ട് അയ്യോ തെറ്റിപ്പോയോ? നിങ്ങൾക്ക് തെറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോതിരം എന്നിട്ടത് കേട്ടോ. നിങ്ങൾ വായിക്കത്തില്ലെന്നൊക്കെ എനിക്കറിയാലോ. അപ്പോ ഇനി അടുത്തത് ലംഘനം, പാലനം. കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. A lie has no legs. Lie has, നുണയ്ക്ക് എന്താ? കാലില്ല. അതായത് നേരില്ലത്തിടത്ത് നിലയില്ല എന്നൊരു അർത്ഥമാണ്. എ ബി ഇൻ, ഇവിടെ ഇന്നാണ് കേട്ടോ. എ ബി ഇൻ വൺസ് ബോണറ്റ്. ഒഴിയാബാധ എന്നാണ്. അതായത് ഈ ബോണറ്റ് എന്ന് വെച്ചാൽ ഒരു തരം തൊപ്പിയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തൊരു തേനീച്ചയുണ്ട്. അതെപ്പോഴും ഇങ്ങനെ അതിങ്ങനെ മൂന്നാണെങ്കിൽ എന്താ, എന്തൊരു ശല്യമായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് എ ബി ഇൻ വൺസ് ബോണറ്റ്, ഒഴിയാബാധ എന്ന് അർത്ഥം വന്നേക്കുന്നത്. കിക്ക് ദ ബക്കറ്റ് പേജ് സ്ഥിരമായിട്ട് ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്, മലയാളത്തിലും ചോദിക്കാറുണ്ട്. കിക്സ് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? മരിക്കുക എന്നാണ്. കിക്ക് ദ ബക്കറ്റ്, മരിക്കുക. നെക്സ്റ്റ് വേർഡ് ദാൻ ദിസ് ഡേ. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായിട്ട് ഒന്നുമില്ല. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഹോം ട്രൂത്ത് എന്താണ്? കുറെ പല സത്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തെറ്റിപ്പോയത് കേട്ടോ. ഇത് ചോദിച്ചിട്ടുള്ളതാണേ, മുൻകാല ചോദ്യം. ഹോം ട്രൂത്ത് എന്ന് വെച്ചാൽ അപ്രിയ സത്യം എന്നാണ് അർത്ഥം കേട്ടോ. ഹോം ട്രൂത്ത് ഇങ്ങനെ ഓർത്താ മതിയടാ, ഇങ്ങനെ ഓർത്താ മതി. പ്രിയെ പറ്റിയിട്ടുള്ള സത്യം അറിയണമെങ്കിൽ അവളുടെ വീട്ടിൽ പോകണമെന്ന് ഓർത്താൽ മതി. അതാണ് ഏറ്റവും ഓർക്കാൻ എളുപ്പം. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, നമ്മളെയൊക്കെ പറ്റിയിട്ടുള്ള യഥാർത്ഥ സ്വഭാവമൊക്കെ അറിയണമെങ്കിൽ, യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പോകണം. അങ്ങനെ ഒരു രീതിയിൽ ഓർത്ത് വെക്കാം. കോഡ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഹോമിൽ പോയാൽ നമ്മുടെ അപ്രിയ സത്യം അറിയാൻ പറ്റും. അപ്പൊ ഹോം ട്രൂത്ത് അപ്രിയ സത്യം. സംഘടനം വിപരീതം വിഘടനം. സംഘടിക്കുക, വിഘടിക്കുക കേട്ടോ. സംഘടനം വിഘടനമാണ്. സംഘടനം വിഘടനം. ഭൂഷണം, നല്ല സുന്ദരിയായിട്ട് കമ്മലൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി ഇങ്ങനെ നല്ല മിടുക്കിയായിട്ടിരിക്കുക. ഭൂഷണം അതിന്റെ വിപരീതം എന്താ? കുറച്ച് ചെളി എടുത്ത് അങ്ങോട്ട്, അഴുക്കൊക്കെ എടുത്ത് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച എന്താ? ദൂഷണമായി പോകും അല്ലെ. അപ്പോ ഭൂഷണത്തിന്റെ വിപരീതമാണെന്ത്? ദൂഷണം. ജാഗരണം, ജാഗരൂകരായിട്ടിരിക്കുക, അതായത് ഉണർന്നിരിക്കുക. അപ്പൊ അതിന്റെ വിപരീതം എന്താ? ഉറക്കം തൂങ്ങുക അല്ലെ. അതായത് സുഷുപ്തി എന്നാണ് കേട്ടോ. ജാഗരണത്തിന്റെ വിപരീതം സുഷുപ്തി എന്നാണ്. ഇപ്പോ നിങ്ങൾക്ക് ഉത്തരമൊക്കെ അറിയാലോ, മിടുക്കന്മാരായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഉത്തരം ബാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് 7ാമത്തെ ദിവസം നിങ്ങൾ പഠിച്ചെഴുതിയിട്ടുണ്ട്. എല്ലാരും എഴുതിയിട്ടില്ല കേട്ടോ. അറ്റൻഡൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും എഴുതിയവന്മാര് പഠിച്ചെഴുതിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ 25 ഡേയ്സ് അത്യാവശ്യം പഠിച്ചെഴുതുകയാണെങ്കിൽ മലയാളം കയ്യിലിരിക്കും കേട്ടോ. നമ്മുടെ അനുഭവമാണ്, നമ്മുടെ കൂടെ ഇതുവരെ പഠിച്ച കുട്ടികളുടെ അനുഭവമാണ്. 1ഉം 2ഉം മാർക്കും മേടിച്ചുകൊണ്ട് വന്നവന്മാര് പിന്നെ മലയാളത്തില് നമ്മളോടൊപ്പം പഠിച്ചു കഴിഞ്ഞ് പിന്നെ അവന്മാര് മലയാളം പഠിക്കാതെ പോയാലും മാർക്ക് കിട്ടുന്ന രീതിയാണ്. കാരണം ഈ കോഡൊക്കെ മനസ്സിൽ തങ്ങിക്കിടക്കും, മറന്നു പോകത്തില്ല കേട്ടോ. ഇനി ഡേ 8 അടുത്ത ദിവസം പഠിക്കാനുള്ളത് സാഹിത്യത്തില് ആത്മകഥ 2 പാർട്ടായിട്ടായിട്ടാ. പാർട്ട് 1, പാർട്ട് 2. പിന്നെ പ്രശസ്ത വരികള്, കൃതികൾ, എഴുത്തുകാര്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് 2 വീഡിയോ. അങ്ങനെ മൊത്തം 4 വീഡിയോയേ ഉള്ളൂ പഠിക്കാനിട്ടുള്ളത്. 8 ഡേ 8 കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താ? പിന്നെ നമുക്ക് LDC CPO ഡിഗ്രി ലെവൽ ടൈപ്പിസ്റ്റിനൊക്കെ പെയ്ഡ് ബാച്ച് ഫ്രണ്ട്ലി PC ആപ്പിലുണ്ട്. വേണമെന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതായത് എല്ലാം അടുക്ക് പെറുക്കി വിത്ത് PDF ഒക്കെ ആയിട്ട് ബുക്കിന്റെ ക്ലാസ്സും SCRT ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വലിയ കോഴ്സായിട്ട് മലയാളം മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഓർത്തിരിക്കാനായിട്ട് ഒത്തിരി കോണുകളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് 8ാമത്തെ ദിവസത്തെ മോക്ക് ടെസ്റ്റ് വിശദീകരണമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ പഠിക്കാനുള്ളതിന്റെ ലിങ്ക് ഫ്രണ്ട്ലി PC ആപ്പിൽ ഇട്ടിട്ടുണ്ടാവും. മോക്ക് ടെസ്റ്റും വരും. അപ്പൊ നന്നായിട്ട് പഠിക്കുക.